ഒന്ന് വുളു എടുത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമർ മറിച്ച് ഈ ആയത്ത് തെറ്റാതെ കൃത്യമായൊരു 3 തവണ നമ്മൾ പാരായണം ചെയ്യുക. പടച്ചവനോട് നമ്മൾ ആ വിഷയങ്ങൾ ആത്മാർത്ഥമായി നിറകണ്ണുകളോട് ചോദിക്കുക. അള്ളാഹു അതിന് പരിഹാരം നൽകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, എന്നെന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വലിയൊരു ഗിഫ്റ്റുമായിട്ട്, വലിയൊരു സമ്മാനവുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സമ്മാനം, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളെ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നല്ല. വിശ്വാസികളായ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല ഉപകാരമുള്ള അറിവൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മാനല്ലേ. അതൊക്കെ ജീവിതത്തിൽ പകർത്താനും ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റുന്ന നല്ല അറിവ് കിട്ടുക എന്നുള്ളതിന്റെ വലിയ സമ്മാനല്ലേ. ഏതായിരുന്നാലും ഇന്ന് സമ്മാനമായി നൽകുന്നത് വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ ആയത്ത് ഒരു 3 തവണ ചൊല്ലിയിട്ട് എന്ത് കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാലും യജമാനനായ റബ്ബ് അത് നടപ്പിലാക്കി തരും, അത് നൽകും. എന്ത് ആവശ്യങ്ങൾ ചോദിച്ചാലും ആ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരും. എന്ത് വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാലും ആ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. എന്ത് രോഗങ്ങളിൽ നിന്ന് സലാമത്ത് ചോദിച്ചാലും അള്ളാഹു അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകും. അങ്ങനത്തെ ഒരു സമ്മാനമാണ് ഇൻഷാ അല്ലാഹ് നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, ഈ ഒരു ആയത്ത് 3 തവണ ചൊല്ലിയിട്ട് പടച്ചോനോട് എന്ത് വിഷയം പറഞ്ഞാലും അള്ളാഹ് തന്നെ പരിഹരിച്ചു തരല്ലേ, അതിനാണ് ഇജാബത്ത് കിട്ടല്ലേ, എന്റെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാണ്ട് ശരിയാക്കി തരില്ലേ, എന്റെ അസുഖങ്ങളൊക്കെ അല്ലാണ്ട് ശിഫയാക്കി തരില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പറയുന്ന ആളുകളോട് നമുക്ക് സംസാരമില്ല. മഹത്തുക്കളുടെ വചനങ്ങളാണ്, മഹാന്മാര് പഠിപ്പിച്ചതാണ്. അതിന്റെ പവിത്രതയോടുകൂടെ അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടെ പടച്ചോട് അത്രയും യഖീനോടുകൂടെ നമ്മൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം ഉണ്ടാവും. കടമാണെങ്കിൽ അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു തുറന്നു തരും ഇൻഷാ അല്ലാഹ്. മഹത്തുക്കൾ പഠിപ്പിച്ചതല്ലേ, ആ രൂപത്തിലുള്ള മനോഗതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തന്നെ ഖുദ്സിയ ഹദീസിൽ പഠിപ്പിക്കുന്ന എന്താ, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എന്റെ അടിമനെ കുറിച്ച് വിചാരിക്കുന്നിടത്താണ്. ഇല്ലന്ന ഖൈറൻ ഫലഹു, അവനെ കുറിച്ച് ഖൈർ വിചാരിച്ചാൽ അവന് ഖൈറാണ്. വഇല്ലന്ന ശർറൻ ഫലഹു, അവൻ ശർറാണ് വിചാരിച്ചതെങ്കിൽ അവന് ശർറാണ്. ഇത് നമുക്ക് ഖുദ്സിയ ഹദീസിൽ കാണാലോ. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം ഉണ്ടാവണം നമുക്ക്. അള്ളാഹിനെ കുറിച്ച് മോശമായ ചിന്തകൾ നമുക്കുണ്ടാവരുത്. അപ്പൊ അള്ളാഹ് നമുക്ക് ഖൈറായ രൂപത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്താക്കി തരും. ഏതായിരുന്നാലും നമ്മൾ ആ സമ്മാനം നിങ്ങൾക്ക് കൈമാറുകയാണ്. അള്ളാഹു ഖബൂലാക്കട്ടെ. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഅരിഫു ആയതൻ മാ ഖറഅഹ അഹദുൻ ഖത്തു ഫസഅല അല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ഞാൻ ഒരു ആയത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആയത്ത് ഒരാൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ആ കാര്യം അള്ളാഹുവിന് നൽകും. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആയത്ത് ഓതി കൊടുത്തു. ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. സൂറത്തു സുമറിലെ ഒരു ആയത്താണിത്. അള്ളാഹു ഉപകാരമുള്ള അറിവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവർ, ഇതൊരു 3 തവണ, എന്ത് വിഷമാണ് അള്ളാഹുവിനോട് അത് പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതെങ്കിലും, ഏത് രോഗാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, എന്തെങ്കിലും നമ്മളെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങളാകട്ടെ, എന്താണെങ്കിലും ഒന്ന് വുളു എടുത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമർ മറിച്ച് ഈ ആയത്ത് തെറ്റാതെ കൃത്യമായൊരു 3 തവണ നമ്മൾ പാരായണം ചെയ്യുക. പടച്ചവനോട് നമ്മൾ ആ വിഷയങ്ങൾ ആത്മാർത്ഥമായി നിറകണ്ണുകളോട് ചോദിക്കുക. അള്ളാഹു അതിന് പരിഹാരം നൽകും. അള്ളാഹു ഉപകാരമുള്ള അറിവ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.